കാലടി സംസ്കൃത സർവകലാശാലയിലെ ശവസംസ്കാര പ്രതിഷേധത്തിലും അതിക്രമത്തിലും VC ഡോക്ടർ സിസ തോമസിന്റെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് ലോക്ഭവൻ. അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് DGPയെ വിളിച്ചു വരുത്തിയതിന് പിന്നാലെ കൂടുതൽ ഇടപെടലുണ്ടാകുകയാണ്. ലോക്ഭവൻ നിർദ്ദേശത്തിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിനും നടപടിക്കും ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നുണ്ട് തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം സിസ തോമസിനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള വിമർശനങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോക്ഭവനടക്കം ഇടപെട്ടതിന് ശേഷമാണ് പോലീസ് കൃത്യമായൊരു നടപടിയിലേക്ക് പോലും പോയത്. എന്തായാലും ലോക്ഭവൻ ഈ കുട്ടി സഖാക്കളുടെ ഈ സമരാഭാസത്തെ അങ്ങനെ അങ്ങ് വിടാനില്ല എന്നുള്ളതാണ് നൽകുന്ന സന്ദേശം, അല്ലേ ശാലിനി? പ്രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഉയർന്നിരുന്നു. അതായത് ഈ സിസ തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SFI നടത്തുന്നു. SFI പ്രതിഷേധങ്ങൾ നടത്തുക മാത്രമല്ല, അതിനപ്പുറത്ത് ഈ VC-മാരെ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടും എന്തുകൊണ്ട് പോലീസ് ഒരു ക്രമസമാധാനം പാലിച്ചില്ല, പോലീസ് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്ഭവൻ അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടത്. VC-യുടെ പരാതിയിൽ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാല VC-മാരടക്കം നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് ഇപ്പോൾ കൃത്യമായ നടപടിയിലേക്ക് ലോക്ഭവൻ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ, കഴിഞ്ഞ ദിവസം DGPയെ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ നേരിട്ട് ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയാണ് നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. ഒരു രീതിയിലും വിട്ടുവീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃത്യമായ ഇടപെടലിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിയും സേനയും മാറിയിരിക്കുന്നത്. 76 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 4 പേരുടെ കസ്റ്റഡി, തൊട്ടു പിന്നാലെ തന്നെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ അറസ്റ്റുകൾ ഈ മണിക്കൂറിൽ, ഈ ദിവസം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലോക്ഭവൻ കൂടി വിഷയത്തിൽ ഇടപെട്ടു. സർവകലാശാലകളുടെ അധിപൻ എന്ന നിലയിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് നിക്കക്കള്ളിയില്ലാതെ പോലീസ് ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻപ് കണ്ടിട്ടുണ്ട് കേരള സർവകലാശാലയിലും മറ്റ് വിവിധ സർവകലാശാലകളിലും VC-മാരെ കയ്യേറ്റം ചെയ്യുക, VC-മാരുടെ വാഹനങ്ങൾ തടയുക, ഔദ്യോഗിക വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക. സമാനമായ രീതിയിൽ തന്നെയാണ് കാലടി സംസ്കൃത സർവകലാശാലയിൽ VC ഡോക്ടർ സിസ തോമസിനെ പ്രതിഷേധക്കാർ തടഞ്ഞു വയ്ക്കുകയും ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിനും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും അടക്കം ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ ഇടപെടൽ ലോക്ഭവൻ നടത്തിയിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസും ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇനി ആരൊക്കെ, ഏതൊക്കെ വിദ്യാർത്ഥികളടക്കമുള്ള SFI പ്രവർത്തകരടക്കമുള്ള ആളുകൾ അറസ്റ്റിലാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതേസമയം തന്നെ VC പരാതി നൽകിയിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തര മന്ത്രി, മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കമുള്ളവർക്കാണ്. ഇവർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നിരവധി തവണകളായി സംസ്ഥാനത്തെ സർവകലാശാലകളിൽ SFI നടത്തുന്ന ഒരു കാടത്തം, അക്രമം, അതിനൊരു കടിഞ്ഞാണിടാനാണ് സർവകലാശാലകളുടെ അധിപൻ എന്ന നിലയിൽ, സർവകലാശാലയുടെ ചാൻസലർ എന്ന നിലയിൽ, സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന നിലയിൽ ഇപ്പോൾ ലോക്ഭവനും ഗവർണർ കൂടി ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിക്കക്കള്ളിയില്ലാതെ കൂടുതൽ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോലീസ് കൂടി ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ശാലിനിയാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.